നമസ്കാരം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. മോഹൻലാലിൻ്റെ ഹിറ്റ് സിനിമയായ രാവണപ്രഭുവിലൊരു ഡയലോഗുണ്ട്. എം പി എന്നാൽ മണിയമ്പ്ര പുരുഷു. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ എം പി എന്ന് പറഞ്ഞാൽ ഒരേ ഒരാളായിരുന്നു. ഒരുപാട് എം പിമാരുണ്ടായിരുന്നു, 20 എം പിമാരുണ്ടെങ്കിലും എം പി എന്ന് പറഞ്ഞാൽ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു കെ മുരളീധരൻ. 1989 കോഴിക്കോട് നിന്നും CPMൻ്റെ ശക്തനും പരിചയസമ്പന്നനും പഴയ പടക്കുതിരയുമായി എം പി ചിബാവയെ മലർത്തിയടിച്ച് ലോക്സഭയിലേക്ക് പ്രവേശിച്ച കെ മുരളീധരൻ അച്ഛൻ്റെ കരുത്ത് കൊണ്ട് മാത്രമല്ല, അച്ഛൻ്റെ പ്രഭാവം കൊണ്ട് മാത്രമല്ല, തൻ്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുമാണ് താൻ രാഷ്ട്രീയത്തിൽ ഉയരുന്നതെന്ന് ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞ കെ മുരളീധരൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ പൊട്ടിക്കരയാത്ത ഒരിറ്റ് കണ്ണുനീരെങ്കിലും വരാത്ത ഒരു മലയാളിയും ഉണ്ടെന്ന് തോന്നുന്നില്ല. വടകരയിലെ ഇപ്പോഴത്തെ നിലവിലുള്ള എം പിയായ കെ മുരളീധരൻ അവിടെ പ്രവർത്തനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ചുവരെഴുത്ത് നടത്തി, പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങി. അദ്ദേഹം പല ആൾക്കാരെയും സ്ഥാനാർത്ഥിയായ മുരളീധരൻ കാണാനും തുടങ്ങി. കൺവെൻഷനും ഡേറ്റും ഉറപ്പിച്ചിരുന്നു. ഇത് അപ്പോഴാണ് ഡൽഹിയിൽ നിന്നും ഇൻഡാസ് വരുന്നത്. മുരളീധരനെ തൃശ്ശൂരേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. കാരണം പറയുന്നത് തൃശ്ശൂരിലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ്. പറഞ്ഞില്ലെങ്കിലും പറയാതിരിക്കുന്നൊരു കാര്യമുണ്ട്. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുകയാണെന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. TN പ്രതാപൻ അല്പം പുറകോട്ട് പോയോ എന്ന് കോൺഗ്രസ്സിന് സംശയമുണ്ട്. അപ്പോൾ ഇതൊക്കെ നികത്താനാണ് സാക്ഷാൽ കെ മുരളീധരനെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഇത് കേട്ടാൽ തോന്നും കരുണാകരൻ്റെ കുടുംബത്തിൻ്റെ കുടുംബസ്വത്താണ് തൃശ്ശൂരെന്ന്. ചുമ്മാ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കെ കരുണാകരനെ കേരളത്തിൽ ഏറ്റവും സ്വാധീനം കുറഞ്ഞ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് തൃശ്ശൂരാണ്. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, തെളിവ് തരാം. 1957 കെ കരുണാകരൻ ആദ്യമായി കേരള നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും. കരുണാകരൻ INTUC നേതാവാണ്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ നേതാവായ ഡോക്ടർ AR മേനോനാണ് അദ്ദേഹത്തിൻ്റെ ശത്രു. കരുണാകരൻ പരാജയപ്പെട്ടു. ആദ്യ കന്നി അംഗത്തിൽ കരുണാകരൻ കേരള നിയമസഭയിലേക്ക് നടന്ന കന്നി അംഗത്തിൽ കരുണാകരൻ പരാജയപ്പെട്ടു. അതിനുശേഷം 1960 അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. പിന്നീട് 65 ഇലക്ഷനിൽ തൃശ്ശൂർ എറണാകുളം ജില്ലകളുടെ അതിർത്തി, തൃശ്ശൂരിൽ തന്നെയുള്ള എറണാകുളം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമായ മാളയിൽ നിന്നാണ് കരുണാകരൻ വിജയിക്കുന്നത്. അവിടെ അദ്ദേഹം തൻ്റെ സ്വാധീനം ഉറപ്പിച്ചു. അത് സത്യമാണ്. മാളയുടെ മാണിക്യമായി അദ്ദേഹം രൂപപ്പെട്ടു. ഇത് സത്യമാണ്, അത് സംശയമൊന്നുമില്ല. അങ്ങനെയുള്ള കരുണാകരൻ 1996 ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വീണ്ടും തൃശ്ശൂരെത്തി. വലിയ കൊട്ടും കുരവേ ആഘോഷത്തോടു കൂടിയൊക്കെയാണ് എത്തിയത്. ഒരു കാര്യവുമില്ലായിരുന്നു. VV രാഘവൻ എന്ന CPI സ്ഥാനാർത്ഥി 96 ഇലക്ഷനിൽ കരുണാകരനെ തോൽപ്പിച്ചു. അന്ന് കരുണാകരൻ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതായത്, എന്നെ എന്നും തൃശ്ശൂർ കൈവിട്ടിട്ടേ ഉള്ളൂ. പിന്നെ അദ്ദേഹം അർത്ഥഗർഭമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായത്തെ തന്നെ ലക്ഷ്യമിട്ട് നടത്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു അംഗീകാരം തൃശ്ശൂരുള്ള ആൾക്കാർ കൊടുത്തിട്ടില്ല. അതൊരു സത്യമാണ്. 2 കൊല്ലത്തിന് ശേഷം 98 കെ മുരളീധരൻ അവിടെ നിന്ന് തന്നെ ലോക്സഭയിലേക്ക് മത്സരിച്ചു. പഴയ VV രാഘവൻ, അച്ഛനെ തോൽപ്പിച്ച VV രാഘവൻ മകനെയും തോൽപ്പിച്ചു. അങ്ങനെ അച്ഛനെയും മകനെയും VV രാഘവൻ തോൽപ്പിച്ചു. ഇനി വീണ്ടും കുറച്ച് മുന്നോട്ട് പോയാലോ, 2004 ആൻ്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കെ മുരളീധരൻ അദ്ദേഹത്തെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടു. സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പ് നിലവിലുള്ള ഒരു മന്ത്രി മത്സരിച്ചാൽ ജനങ്ങൾ കണ്ണുമടച്ച് അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. കാരണം മണ്ഡലത്തിനൊരു മന്ത്രിയെ കിട്ടുമല്ലോ, മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുമല്ലോ. പിന്നെ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ആ മന്ത്രി ഓഫീസിൽ ചെന്ന് കാര്യം പറയാമല്ലോ. ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ട് പോലും കെ മുരളീധരനെ തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരിയിൽ നിന്നും അത്രയൊന്നും അറിയപ്പെടാത്ത CPM നേതാവായിരുന്ന, ആ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അറിയപ്പെടുന്ന ഒരു CPM നേതാവായ AC മൊയ്തീൻ
മുരളീധരനെ പരാജയപ്പെടുത്തി. മുരളീധരന് മന്ത്രിസ്ഥാനത്തു നിന്ന് കൈവിട്ട് വെളിയിലിറങ്ങി പോരേണ്ട വന്നു. പാവം. ഇത് വ്യക്തമാക്കുന്നത് കരുണാകരൻ്റെ അല്ലെങ്കിൽ മുരളീധരൻ്റെ തട്ടകമൊന്നും അല്ല തൃശ്ശൂർ. അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം, അവർക്കവിടെ സുഹൃത്തുക്കളും ഉണ്ടാകാം. പക്ഷേ തൃശ്ശൂരെ കാലുവാരലിനെ അതിജീവിക്കാൻ മുരളീധരനോ കരുണാകരനോ കഴിഞ്ഞിട്ടില്ല. ഇനി പത്മജയുടെ കാര്യം എടുത്താലും അതൊക്കെ തന്നെയാണ്. അവർ ചാലക്കുടിയിൽ നിന്ന് തോറ്റു, തൃശ്ശൂരിൽ നിന്ന് 2 വട്ടം തോറ്റു. അപ്പോൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുവന്നിട്ട് സാധാരണ അല്ലെങ്കിൽ പഴയകാല ചരിത്രം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ലഭിക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഇത് വസ്തുതയാണ്, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു നിഗമനമാണ്. സത്യത്തിൽ എന്തിനായിരിക്കണം മുരളീധരനെ അദ്ദേഹം വളരെ ജനപ്രിയനായി നിൽക്കുന്ന വടകരയിൽ നിന്നും തൃശ്ശൂരേക്ക് കൊണ്ടുവരുന്നത്? സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശക്തനായ സ്ഥാനാർത്ഥി ആവശ്യമുണ്ടെങ്കിൽ അത് പ്രതാപൻ തന്നെ പോരെ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവിടെ കരുണാകരൻ മരിച്ചതിന് ശേഷവും കരുണാകര കുടുംബത്തിനെതിരെയുള്ള ഗൂഢാലോചന ഇന്നും കോൺഗ്രസ്സിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുരളീധരനെ തിരിച്ച് തൃശ്ശൂരിലേക്ക് ആവാഹിക്കുന്ന, അദ്ദേഹത്തിനെ അവിടെ ആണിയടിക്കാനാണ് സാധ്യത. അപ്പോൾ കരുണാകര കുടുംബത്തിന് നേരെയുള്ള ഒരു ആക്രമണമാണ്. നമുക്ക് കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോകാം. അന്ന് മുരളീധരനെ കേരളത്തിലുടനീളം കളിയാക്കുന്ന ഒരു പദപ്രയോഗമുണ്ടായിരുന്നു, കിങ്ങിണിക്കുട്ടൻ. ഇത് രമേശൻ നായർ എന്ന നാടകകൃത്ത് ആകാശവാണിയിൽ അന്നൊരു നാടകം അവതരിപ്പിച്ചു. ആ നാടകത്തിൽ കിട്ടുമാവനായിട്ട് കരുണാകരനും കിട്ടുമാവ് ശതാഭിഷേകം എന്നുള്ള തലക്കെട്ടായിരുന്നു തോന്നുന്നു. ആ നാടകത്തിലെ കിങ്ങിണിക്കുട്ടൻ എന്ന കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ മുരളീധരൻ. ആ കഥാപാത്രത്തെ പോലെ മണ്ടനായൊരു രാഷ്ട്രീയ നേതാവൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരെ നടന്ന സ്വന്തം പാർട്ടിയിലെ എതിർ ഗ്രൂപ്പുകാരുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിനെ ഒരു തന്ത്രമായിരുന്നു. അദ്ദേഹത്തിനെ ഒരു ബുദ്ധിയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായി ചിത്രീകരിക്കാനുള്ള ഒരു തന്ത്രം. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ അത് പലരുടെയും മനസ്സിൽ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഇമേജ് അങ്ങനെ ഉണ്ടാക്കി വെച്ചു. അന്നത്തെ കാലത്ത് പലപ്പോഴും പത്രങ്ങളിൽ കാർട്ടൂണുകൾ വരുമ്പോൾ മുരളീധരനെ ചിത്രീകരിക്കുന്ന 3 പല്ലുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. യഥാർത്ഥ ജീവിതത്തിൽ മുരളീധരൻ അങ്ങനെ വികൃത രൂപിയായ ഒരാളൊന്നുമല്ല. നല്ല സുന്ദരനായ, ആരോഗ്യ ദൃഢഗാത്രനായ, നല്ല പൊക്കവും വണ്ണവുമൊക്കെയുള്ള ഒരു നല്ല കാഴ്ചയിൽ യോഗ്യനായ ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം മന്ദബുദ്ധിയാണെന്ന്, അദ്ദേഹം വികൃത രൂപിയാണെന്ന്, ഇങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിനെ ബോഡി ഷെയ്മിങ് വരെ നടത്തി. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അത് ജനം സ്വീകരിക്കില്ലായിരുന്നു. അപ്പോൾ അത്ര രൂക്ഷമായ ആക്രമണമാണ് മുരളീധരനെതിരെ ആ കാലഘട്ടത്തിൽ നടന്നത്. പിന്നീട് ആ ആക്രമണങ്ങളിലൂടെ ഒക്കെ അദ്ദേഹം തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം KPCC പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തോളം മിടുക്കനായ ഒരു KPCC പ്രസിഡൻ്റ് ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ. ഇന്ദിരാഭവൻ്റെ നിർമ്മാണത്തിലാകട്ടെ, അതുപോലെ തന്നെ ജയ് ഹിന്ദ് TV ആകട്ടെ, അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ സംഘടനാ പ്രസ്ഥാനത്തെ ഇത്രയും നന്നായിട്ട് അദ്ദേഹം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹത്തിനെ നിരന്തരം ഇലക്ഷനുകളിൽ തോൽപ്പിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം സാക്ഷാൽ കരുണാകരനും മുരളീധരനും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് DIC കരുണാകരൻ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. അപ്പോൾ DIC വിചാരിച്ചത് അവർക്ക് ഇടതുമുന്നണിയിലേക്ക് കയറിക്കൂടാമെന്നാണ്. യഥാർത്ഥത്തിൽ 2006 നിയമസഭാ ഇലക്ഷനിൽ ഇടതുമുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള ഒരു പ്രധാന കാരണം കോൺഗ്രസിൻ്റെ ഒരു പിളർപ്പാണ്. ആ പിളർപ്പില്ലായിരുന്നെങ്കിൽ ഇന്ന് അതിനുശേഷം പിന്നീട് ഒരു സമയത്തും കോൺഗ്രസ്സിന് പഴയ ഒരു ശക്തിയിലേക്ക് കേരളത്തിൽ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. പിന്നീട് നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കുമ്പോൾ
അല്ല, പൊതു തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കുമ്പോൾ മൂന്നിലും CPM ഇടതുമുന്നണിയാണ്, CPM നയിച്ച ഇടതുമുന്നണിയാണ് ജയിച്ചത്. അപ്പോൾ DIC ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ DICയുടെ സഹായത്തോടു കൂടി വിജയിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു. പക്ഷേ DIC ഇടതുമുന്നണിയിൽ എടുത്തില്ല. മുരളീധരൻ നെട്ടോട്ട് ഓടി, എടുത്തില്ല. കാല് പിടിച്ചു, കാല് തിരുമി, ഒന്നും ഏശിയില്ല. അത് VS അച്യുതാനന്ദനായിരുന്നു ആ ശ്രമം അട്ടിമറിച്ചതെന്ന് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ഇടതുമുന്നണിയിൽ എങ്ങനെയും കയറിക്കൂടെ, അദ്ദേഹത്തിന് വീടില്ലാതായി. ഇന്ന് മുരളി മന്ദിരം ഇല്ലാതായതുപോലെ അദ്ദേഹത്തിനൊരു മുന്നണി ഇല്ലാതായി. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം അവർ NCPയിലോട്ട്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കയറുന്നു. കരുണാകരനും മുരളീധരൻ സംസ്ഥാന പ്രസിഡൻ്റാകുന്നു. പക്ഷേ അവിടെയും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലൊന്നും കാര്യം നടന്നില്ല. അവസാനം അദ്ദേഹം അന്ന് കൊടുവള്ളിയിൽ നിന്നും, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ നിന്നും സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. അപ്പോൾ കരുണാകരന് കാര്യം മനസ്സിലായി. കരുണാകരൻ പതുക്കെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നു. മുരളീധരന് തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും മുരളീധരനെ അവർ കാത്തു നിർത്തിച്ചു. ഏതാണ്ട് 2009 മുതൽ 2000 നിന്ന ആ അലച്ചിൽ അമ്മേ ആരും പൊറുക്കില്ല, പെറ്റ തള്ള പോലും പൊറുക്കാത്ത ഒരലച്ചിലായിരുന്നു. അദ്ദേഹം കോൺഗ്രസിനെ നിരന്തരമായി പുകഴ്ത്തി. പണ്ട് സോണിയാഗാന്ധിയെ മദാമ എന്നൊക്കെ വിളിച്ചിട്ട് പിന്നീട് അവരുടെ കാല് പിടിച്ചു. ആദ്യം അദ്ദേഹം കുനിഞ്ഞു, പിന്നീട് അദ്ദേഹം മുട്ടിൽ നിന്നു, പിന്നെ അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു. എന്തൊരു വീഴ്ച! വാട്ട് എ ഫോൾ മൈ കൺട്രിമെൻ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഇങ്ങനെയൊക്കെ പല രാഷ്ട്രീയ അടവുകൾ പ്രയോഗിച്ചു. അദ്ദേഹത്തിനെ വെളിയിൽ നിർത്തി വശം കെടുത്തി. ഏതായാലും 2011 തിരിച്ചു വന്നു, വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി. അവിടെ നിന്നും ജയിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, യഥാർത്ഥത്തിൽ കരുണാകരൻ്റെ കുടുംബത്തിനുള്ള സ്വാധീനമുള്ളൊരു മേഖല തിരുവനന്തപുരമാണ്. കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ നായർ സമുദായം കരുണാകരനെയും മുരളീധരനെയും നായർ സമുദായക്കാരായിട്ട് തന്നെ അംഗീകരിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന് പ്രയോജനം ചെയ്തിരുന്നു. കരുണാകരൻ തൃശ്ശൂരിൽ നിന്ന് തോറ്റ കരുണാകരൻ തിരുവനന്തപുരത്ത് വന്ന് ഇലക്ഷനിൽ നിന്നപ്പോഴും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അതുപോലെ അസംബ്ലിയിൽ മാളയിൽ നിന്ന് ജയിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്ന കാലത്ത് നേമത്ത് വന്ന് മത്സരിച്ചപ്പോഴും കരുണാകരൻ ജയിച്ചു. പക്ഷേ മുരളീധരൻ, ഇതിന് ശേഷമുള്ള മുരളീധരൻ തികച്ചും വ്യത്യസ്തനായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ കരുണാകരനെയും കുടുംബത്തെയും നിരന്തരം വേട്ടയാടിയതിൽ മുസ്ലിം ലീഗിനും വളരെ വ്യക്തമായൊരു പങ്കുണ്ട്. കൃത്യമായി പറഞ്ഞാൽ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും പുറത്തു പോകാനുള്ള കാരണം മുസ്ലിം ലീഗ് കരുണാകരന് കൊടുത്ത പിന്തുണ പിൻവലിച്ചതാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും കേരളത്തിലെ മുസ്ലിം ലീഗിനെ വഴിവിട്ട് സഹായിച്ച വ്യക്തിയായിരുന്നു കരുണാകരൻ. അതിനുള്ള അർഹതയില്ലാത്ത പാത്രത്തിൽ കൊടുത്ത ദാനത്തിനുള്ള ശിക്ഷ അദ്ദേഹത്തിൻ്റെ തലമണ്ടക്കിട്ട് തന്നെ കൊടുത്തു. പക്ഷേ ഇപ്പോൾ മുരളീധരന് മനസ്സിലായത് അദ്ദേഹത്തിന് ഗതികെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പിന്നീട് BJP വിരുദ്ധൻ എന്ന രീതിയിൽ മാറുകയും അദ്ദേഹം ചില സ്ഥാപിത താല്പര്യക്കാരായ ലീഗ് ഉൾപ്പെടെയുള്ള ചില ആൾക്കാരുടെ കൈവശം അദ്ദേഹം എത്തപ്പെടുകയും ചെയ്തു. മുഖ്യമന്ത്രി മോഹമൊക്കെ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടു. അത് ആ ചില വിഭാഗം ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നേമത്ത് പോലും മത്സരിക്കുകയും 3ാം സ്ഥാനത്തായി പോവുകയും ചെയ്തത്. അദ്ദേഹം പറയുന്നുണ്ടായിരിക്കാം ഞാൻ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുവെന്ന്. പക്ഷെ തിരിച്ച് അദ്ദേഹം ആലോചിക്കേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ കേരള മുഖ്യമന്ത്രിയാകാൻ ഒരു കാലത്ത് കച്ചമുറുക്കിയിരുന്ന ആൾ ഇന്ന് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് 3ാം സ്ഥാനത്ത് വന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരുതരം വ്യാജ അഭിമാന ബോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗതികേടിൻ്റെ ഒരു പ്രത്യക്ഷമായ പ്രതിഫലനമാണ്. ഏറ്റവും ഒടുവിൽ അത് തൃശ്ശൂർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഐക്യമുന്നണിയിൽ UDFൽ 2 സീറ്റ് പോരാ 3 സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ മുരളീധരൻ്റെ പ്രതികരണം 3 സീറ്റല്ല, ലീഗിന് 5 സീറ്റിനുള്ള അർഹതയുണ്ടെന്നാണ്. അതായത് എത്ര ദയനീയമാണ്. ലീഗിനെ വിമർശിച്ച CK ഗോവിന്ദൻ നായരുടെയും
എന്തിന് രമേശ് ചെന്നിത്തലയുടെ വരെ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അവിടെ ഒരു കാലത്ത് കേരളത്തിലെ ഏക എം പി ആയിരുന്ന കെ മുരളീധരൻ, കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായ കെ കരുണാകരൻ്റെ മകനായ കെ മുരളീധരൻ ഇന്ന് ലീഗിൻ്റെ ദയാദാക്ഷിണ്യങ്ങൾക്ക് വേണ്ടി മുട്ടിലിഴയുമ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി അദ്ദേഹം കാണിക്കുന്നത് കാണുമ്പോൾ ദുഃഖം തോന്നുന്നു. ഇതൊന്നും കൊണ്ട് മുരളീധര കുടുംബം രക്ഷപ്പെടും എന്ന് തോന്നുന്നില്ല. കാരണം തൃശ്ശൂരും അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത് പഴയകാല അനുഭവം തന്നെ ആകാനാണ് സാധ്യത. പ്രതാപൻ പുറത്തൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഈ സിന്ദാബാദ് വിളിക്കുമെങ്കിലും പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ പിന്മാറ്റിയതിൽ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും പ്രതാപൻ്റെ ഉള്ളിലും ദുഃഖമുണ്ടാകണം, നിരാശയുണ്ടാകണം. കാര്യങ്ങൾ അത്ര സുഗമമായ രീതിയിലേക്കല്ല പോകുന്നത്. മുരളീധരൻ മനസ്സിലാക്കിയെങ്കിൽ കൊള്ളാം. അദ്ദേഹത്തിനും ഏതായാലും അദ്ദേഹത്തിൻ്റെ സഹോദരി ഒരു തീരുമാനമെടുത്തു. അദ്ദേഹത്തിന് BJP പോകണമെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യക്തിത്വം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്നുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥ എത്ര നാൾ അദ്ദേഹത്തിന് തുടരാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുന്നത് അദ്ദേഹത്തിന് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അടുത്ത വിഷയമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.